യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ യൂണിറ്റ് 3. ഇതിൽ യോഗ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. മീനിങ്, ഡെഫിനേഷൻ, ഹിസ്റ്ററി, ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ് ആൻഡ് സ്കൂൾസ് ഓഫ് യോഗ. യോഗ എഡ്യൂക്കേഷൻ. സോ ദ ടേം യോഗ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ സാൻസ്ക്രിറ്റിലുള്ള റൂട്ട് വേർഡ് ആയിട്ടുള്ള വിച്ച് മീൻസ് ടു ജോയിൻ, യുണൈറ്റ് ഓർ ഇൻ്റഗ്രേറ്റ്. സോ ഒരു ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ യോഗ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സെൽഫ് വിത്ത് ദ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ്. അതിനു പുറമെ ദർ ഇസ് എ ഹാർമോണിയസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. സോ യോഗ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഫിസിക്കൽ എക്സസൈസസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് മാത്രമല്ല, ഇതൊരു കോംപ്രിഹെൻസീവ് ഡിസിപ്ലിൻ ആണ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈസ് ടു ക്രിയേറ്റ് ബാലൻസ് ആൻഡ് ഹാർമണി വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ആണ്. ഒരു പേഴ്സണെ ഇത് പഠിപ്പിക്കുന്നത് ഹൗ ടു ലീവ് എ ഡിസിപ്ലിൻ ലൈഫ്, healthy and meaningful life by controlling both body and the mind. സോ മോഡേൺ ടൈംസിൽ യോഗ എന്ന് പറയുന്നത് ഇപ്പോൾ ഫിസിക്കൽ പോസ്റ്റേഴ്സ്, ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ട്രഡീഷണലി ഇതിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ട്, മെൻ്റൽ ഡിസിപ്ലിൻ, മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. സോ യോഗ സയൻസുമാണ്, അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിങ്ങുമാണ്. സോ കുറച്ച് ഡെഫിനിഷൻസ് ഓഫ് യോഗ നോക്കുമ്പോൾ പതാഞ്ജലിയുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. യോഗ ഈസ് ദ സീസേഷൻ ഓഫ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ മൈൻഡ്. മൈൻഡിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ആ വ്യതിയാനങ്ങൾ, അതിൻ്റെ ഒരു അവസാനമാണ് യോഗ എന്ന് പറയുക. അതായത് യോഗ നമ്മുടെ മൈൻഡിനെ കാം ചെയ്യുന്നുണ്ട്, നമ്മുടെ മെൻ്റൽ ഡിസ്റ്റർബൻസസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇന്നർ പീസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? യോഗ ഈസ് സ്കിൽ ഇൻ ആക്ഷൻ. അതായത് യോഗ ഒരു ഇൻഡിവിജ്വലിനെ അവരുടെ ഡ്യൂട്ടി, ബാലൻസ്, എഫിഷ്യൻസി ആൻഡ് ഡിറ്റാച്ച്മെൻറ്റോടുകൂടി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ജനറൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ യോഗ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് ആണ്. അതിൽ ഫിസിക്കൽ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആസനാസ് ഉണ്ട്, ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ പ്രാണായാമമുണ്ട്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ യോഗ എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് പ്രാക്ടീസ് ആണ്. അതിൽ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻക്ലൂഡഡ് ആണ്. ഒരു ഓവറോൾ വെൽബീങ് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹിസ്റ്ററി ഓഫ് യോഗ. യോഗ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിസ്റ്റംസ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ്. ഇന്ത്യയിൽ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ പല ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ സ്റ്റേജസിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് യോഗ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിൽ നിന്നും ഒരു ഫിലോസഫിക്കൽ പ്രാക്ടീസ്, അതിലൂടെ ഇപ്പോൾ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ് ആയി മാറിയിട്ടുണ്ട്. ഇനി പ്രീ വേദിക് പീരീഡ്, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്താ സംഭവിച്ചെന്ന് നോക്കാം. നമുക്ക് യോഗയുടെ ആദ്യത്തെ എവിഡൻസ്, ദ ഏർലിയസ്റ്റ് എവിഡൻസ് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ അറൗണ്ട് 3000 BC തന്നെ കിട്ടുന്നുണ്ട്. സോ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് പ്രകാരം സീൽസ് ഒക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് മോഹൻജദാരോ ആൻഡ് ഹാരപ്പയിലൊക്കെ. അവിടെ മെഡിറ്റേറ്റീവ് പോസ്റ്റേഴ്സ്, യോഗ ആസനാസിനോട് സാമ്യമുള്ള മെഡിറ്റേറ്റീവ് പോസ്റ്റേഴ്സിലുള്ള ഫിഗേഴ്സിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫൈൻഡിങ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് തന്നെ ആളുകൾ മെഡിറ്റേഷനും ഫിസിക്കൽ ഡിസിപ്ലിനും ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ റിട്ടേൺ റെക്കോർഡൊന്നും ഇല്ലെങ്കിൽ പോലും വിഷ്വൽ എവിഡൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യോഗ ഈ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ഒരു ഏർലി ഫോമിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഈ സ്റ്റേജ് ഓഫ് യോഗ പ്രധാനമായിട്ടും അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് നേച്ചർ വർഷിപ്പ്, സ്പിരിച്വൽ റിച്വൽസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. പ്രീ വേദിക് പീരീഡ് കഴിഞ്ഞ് പിന്നെ വരുന്നത് വേദിക് പീരീഡ്. അപ്പോൾ വേദിക് പീരീഡിലാണ് റിട്ടൺ റെഫറൻസസ് ടു യോഗയുള്ളത്. പല ടെക്സ്റ്റുകളും നോൺ ആസ് വേദാസ്, അതിൽ പല ഹിംസ്, റിച്വൽസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ് ഉണ്ട്. ഇതെല്ലാം ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ പീരീഡിൽ യോഗ കൂടുതലായിട്ടും റിലീജിയസ് പ്രാക്ടീസ്, സാക്രിഫൈസസ് അല്ലെങ്കിൽ യജ്ഞാസ്, മെഡിറ്റേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ എംഫസിസ് എന്ന് പറയുന്നത് ഹാർമണി അച്ചീവ് ചെയ്യുക ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ആൻഡ് കണക്റ്റിംഗ് വിത്ത് ഡിവൈൻ ഫോഴ്സസ്. സോ യോഗ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സിൻ്റെ ഒരു രീതിയിലല്ല. ഇന്ന് നമ്മൾ കാണുന്നൊരു ഫിസിക്കൽ പോസ്റ്റേഴ്സ് മാത്രമല്ല, മെൻ്റൽ ഡിസിപ്ലിൻ, ചാൻഡിങ്, സ്പിരിച്വൽ നോളജ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തതാണ് ഉപനിഷത്ത് ആൻഡ് ഫിലോസഫിക്കൽ പീരീഡ്. ഈ ലേറ്റർ വേദിക് പീരീഡിൽ ഉപനിഷത്തുകളിൽ അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് പ്രാക്ടീസായി മാറി. ഇവിടെ എക്സ്റ്റേണൽ റിച്വൽസിൽ നിന്നും ഒരു ഇൻറ്റേർണൽ സെൽഫ് റിയലൈസേഷനിലേക്ക് യോഗ മാറിയിട്ടുണ്ട്. ഇവിടെ ആത്മൻ അല്ലെങ്കിൽ സോൾ, ബ്രഹ്മൻ, യൂണിവേഴ്സൽ റിയാലിറ്റി ആൻഡ് മോക്ഷ, ലിബറേഷനൊക്കെയാണ് സെൻട്രൽ ഐഡിയാസ്. അപ്പോൾ യോഗയെ ഒരു പാത്തായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ട്രൂ നേച്ചർ ഓഫ് ദ സെൽഫ് ആൻഡ് അച്ചീവ് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. സോ മെഡിറ്റേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് ഡിറ്റാച്ച്മെൻ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് യോഗ. പിന്നെ വരുന്നത് ക്ലാസിക്കൽ പീരീഡ്. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് യോഗ നമുക്ക് കാണാം. ഈ ഫേസിലാണ് ദ ഗ്രേറ്റ് സേജ് സന്യാസിയായിട്ടുള്ള പതാഞ്ജലിയുടെ
ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം യോഗ സൂത്രാസ് അറൌണ്ട് 200 BC എഴുതിയിരിക്കുന്നത്. പതാഞ്ജലി ആണ് ദ ഫാദർ ഓഫ് യോഗയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം യോഗയെ സ്ട്രക്ചർ ചെയ്യുന്നതും ഒരു ക്ലിയർ ആൻഡ് സയൻറ്റിഫിക് സിസ്റ്റമാക്കി മാറ്റുന്നതും അഷ്ടാംഗ യോഗയിലൂടെ പതാഞ്ജലിയാണ്. അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ ദ 8 limbs ഓഫ് യോഗ. സോ ദ 8 limbs ഓഫ് യോഗ, ആദ്യത്തേതാണ് യമ ഒരു യമ. ഇതിൽ വരുന്നത് എത്തിക്കൽ റിസ്ട്രെയിൻസ് ആണ്. നിയമ എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസിപ്ലിൻ, ആസന എന്ന് പറയുന്നത് ഫിസിക്കൽ പോസ്ചേഴ്സ്, പ്രാണായാമ എന്ന് പറയുന്നത് ബ്രെത്ത് കൺട്രോൾ, പ്രത്യാഹാര എന്ന് പറയുന്നത് വിത്ത്ഡ്രോവൽ ഓഫ് സെൻസസ്, ധാരണ മീൻസ് കോൺസെൻട്രേഷൻ, ധ്യാന മെഡിറ്റേഷൻ, സമാധി സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ഈ പീരീഡിൽ മെൻ്റൽ കൺട്രോൾ, ഡിസിപ്ലിൻ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് റാദർ ദാൻ ഫിസിക്കൽ ഫിറ്റ്നസ് അലോൺ. അപ്പോൾ യോഗ എന്ന് പറയുന്ന ഒരു പാത്തായിരുന്നു ടു അച്ചീവ് ഇന്നർ പീസ് ആൻഡ് ലിബറേഷൻ. പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡിലാണ് യോഗയ്ക്ക് പുതിയ ഫോംസും അപ്രോച്ചസ് ഒക്കെ വരുന്നത്. ഈ സമയത്ത് ഫോക്കസ് കൂടുതൽ ബോഡി പ്യൂരിഫിക്കേഷൻ, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് എനർജി കൺട്രോളിലൊക്കെയായി മാറി. ഇവിടെ വെച്ചാണ് ഹഠയോഗ ഡെവലപ്പ് ചെയ്യുന്നത്. ഹഠയോഗ എംഫസൈസ് ചെയ്യുന്നത് ഫിസിക്കൽ പോസ്ചേഴ്സ് അല്ലെങ്കിൽ ആസനാസ്, പ്രാണായാമ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ ക്ലെൻസിങ് പ്രാക്ടീസസ് ടു പ്രിപ്പയർ ദ ബോഡി ഫോർ മെഡിറ്റേഷൻ. അപ്പോൾ ഈ പീരീഡിൽ യോഗ കുറച്ചും കൂടെ കോമൺ പീപ്പിളിനും കൂടെ ആക്സസിബിൾ ആവുകയാണ്. കാരണം ഇതിൽ പല പ്രാക്ടിക്കൽ ടെക്നിക്സ് ഫോർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ് ഉണ്ട്. ഇനി വരുന്നത് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡിൽ ഒരു ഗ്ലോബൽ സ്പ്രെഡ് ആൻഡ് പോപ്പുലറൈസേഷൻ ഓഫ് യോഗയുണ്ട്. യോഗ വെസ്റ്റേൺ വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതിനൊരു റെക്കഗ്നേഷൻ കിട്ടി ആസ് എ പവർഫുൾ ടൂൾ ഫോർ ഹെൽത്ത് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ പല ഗ്രേറ്റ് ലീഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ലൈക്ക് BKS അയ്യങ്കാർ, സ്വാമി വിവേകാനന്ദയൊക്കെ ഇങ്ങനെ യോഗയെ ഇൻ്റർനാഷണലി സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് വഹിച്ചിട്ടുണ്ട്. ഈ പീരീഡിൽ യോഗ എന്ന് പറയുന്നത് മോഡേൺ ലൈഫ് സ്റ്റൈൽസിന് അനുസൃതമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് സ്കൂൾസിൽ, ഫിറ്റ്നസ് സെൻറ്റേഴ്സിൽ, തെറാപ്പി പ്രോഗ്രാംസിൽ. സയൻറ്റിഫിക് റിസർച്ചും പ്രൂവ് ചെയ്തിട്ടുള്ളത് യോഗ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ 21 സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ 21 അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് യോഗയിൽ നമുക്ക് കാണാൻ പറ്റൊരു കണ്ടിന്യൂസ് എവല്യൂഷൻ ഉണ്ട് ഫ്രം ദി ഏൻഷ്യൻ സ്പിരിച്വൽ പ്രാക്ടീസസ് ടു എ മോഡേൺ സിസ്റ്റം ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടങ്ങി ഇന്ന് വരെ യോഗ ഓരോ സമയത്തിനും അനുസരിച്ചിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് വൈഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഫിസിക്കൽ ഫിറ്റ്നസ്, മെൻ്റൽ പീസ് ആൻഡ് ഓവറോൾ വെൽബീങ്. ഇതൊരു ലോങ് റിച്ച് ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ ടു ദ വേൾഡും കൂടെയാണ് യോഗ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹാർമണി ഇൻ ലൈഫാണ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. പ്രൈമറി ഒബ്ജക്റ്റീവാണ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്. യോഗയിലൂടെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, പോസ്ചർ ആൻഡ് കോർഡിനേഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഫങ്ഷനിങ് ഓഫ് ബോഡി സിസ്റ്റംസ് ലൈക്ക് ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന മെൻ്റൽ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ക്ലാരിറ്റി, കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി തരുന്നുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, മെൻ്റൽ ടെൻഷനൊക്കെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും ബെറ്റർ ഡിസിഷൻസ് മേക്ക് ചെയ്യാനും പറ്റും. ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ബാലൻസ് ആൻഡ് കൺട്രോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആളുകളെ അവരുടെ ഇമോഷൻസ് ആയിട്ടുള്ള ആങ്കർ, ഫിയർ ആൻഡ് ഫ്രസ്ട്രേഷനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഗുലർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാം ആൻഡ് പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അച്ചീവ് ചെയ്യാം. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സെൽഫ് അവയർനെസ് ആൻഡ് ഇന്നർ പീസ് തരുന്നുണ്ട്. അവരുടെ ട്രൂ നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദേ കൻ ഓൾസോ കണക്ട് വിത്ത് എ ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റിൽ ഡിസിപ്ലിൻ, എത്തിക്കൽ ബിഹേവിയർ, റെസ്പെക്ട് ഫോർ അതേഴ്സ് ഉണ്ട്. ഹാർമണി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇൻ റിലേഷൻഷിപ്സ് ആൻഡ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു ബിക്കം റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് യോഗ. സോ യോഗയ്ക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ബെനിഫിറ്റ്സ് തന്നെ ഉണ്ട് ബിക്കോസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഓവറോൾ വെൽബീങ് ഓഫ് എ പേഴ്സൺ. ഫിസിക്കൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ യോഗ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് ബാലൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി പോസ്ചറിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരു അലൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. റിസ്ക് ഓഫ് ഇഞ്ചുറീസിനെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഗുലർ പ്രാക്ടീസിലൂടെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റീസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റും. മെൻ്റൽ ബെനിഫിറ്റ്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അത് നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ, മെമ്മറി, മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിലാക്സേഷനും ബെറ്റർ സ്ലീപ്പും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ബെനിഫിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ യോഗ ഇൻഡിവിജ്വൽസിനെ അവരുടെ ഇമോഷൻസ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സെൽഫ് കൺട്രോൾ, പ്രൊമോട്ട്സ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്.
സ്പിരിച്വൽ ബെനിഫിറ്റ്സിലാണ് ഇന്നർ പീസ്, മൈൻഡ്ഫുൾനെസ്, സെൽഫ് അവയർനെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ മീനിങ് ആൻഡ് പർപ്പസ് ഇൻ ലൈഫ് കണ്ടെത്താനായിട്ട് സാധിക്കും. ദാറ്റ് ലീഡ്സ് ടു സ്പിരിച്വൽ ഗ്രോത്ത്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ യോഗ എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസ് ആണ്. ഇതിൽ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റിനെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇതിനൊരു റിച്ച് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈവൻ മോഡേൺ സൊസൈറ്റിയിലും വളരെ റെലവൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആൻഡ് സ്ട്രെസ്ഫുൾ വേൾഡിൽ യോഗയ്ക്ക് ഒരു വൈറ്റൽ റോൾ തന്നെ ഉണ്ട് ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യുന്നത്, പക്ഷേ മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ബാലൻസ് ആൻഡ് സ്പിരിച്വൽ അവയർനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ എക്സസൈസ് മാത്രമല്ല, പക്ഷെ ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫാണ്. അതിലൂടെ നമുക്ക് ഹാർമണി, പീസ് ആൻഡ് ഓവറോൾ ഡെവലപ്മെൻറ്റ് നേടാനായിട്ട് സാധിക്കും. അടുത്തതാണ് ടൈപ്സ് ഓഫ് യോഗ ആൻഡ് സ്കൂൾസ് ഓഫ് യോഗ. അപ്പോൾ ടൈപ്സ് ഓഫ് യോഗയിൽ പറയുകയാണെങ്കിൽ യോഗ ഒരു വാസ്റ്റ് ഡിസിപ്ലിനാണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് പാർട്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ക്ലാരിറ്റി ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈപ്സ് എന്ന് പറയുന്നത് അവരുടെ അപ്രോച്ചിലാണ് മെയിനായിട്ട് ഡിഫറൻസ് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്തുതന്നെയാണ്? യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സോളർ സ്പിരിറ്റ്. അപ്പോൾ ആദ്യത്തെ ഒരു യോഗയാണ് ഹഠയോഗ. ഹഠയോഗ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി പ്രാക്ടീസ്ഡ് ഫോംസ് ഓഫ് യോഗയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സ്, ആസനാസ്, ബ്രീത്തിങ് ടെക്നിക്സ്, പ്രാണായാമയിലാണ്. അപ്പോൾ ഈ യോഗ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് ബാലൻസ് ഒക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും സ്യൂട്ടബിൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ സ്ലോ ആൻഡ് കൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഹഠയോഗ പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ, ഓവറോൾ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഈ രാജയോഗ. രാജയോഗേനെ റോയൽ പാത്ത് ഓഫ് യോഗ എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് മെൻ്റൽ കൺട്രോളിലും മെഡിറ്റേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് പതാഞ്ജലിയുടെ ടീച്ചിങ്സിലും അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് അഷ്ടാംഗ യോഗയിലും ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ ആണ്. ഇവിടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക, സെൽഫ് റിയലൈസേഷൻ നേടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഇവിടെ വരുന്ന പ്രാക്ടീസസിൽ പെടുന്നതാണ് മെഡിറ്റേഷൻ ഓർ ധ്യാന, കോൺസെൻട്രേഷൻ ഓർ ധർണ. ഈ ടൈപ്പ് ഓഫ് യോഗ എന്ന് പറയുന്നത് കൂടുതലായിട്ടും മൈൻഡിലാണ് ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ദ ബോഡി. ഇനി അടുത്തതാണ് കർമ്മയോഗ. കർമ്മയോഗ എന്ന് പറയുന്നത് ഒരു പാത്ത് ഓഫ് സെൽഫ്ലെസ് ആക്ഷൻ ആണ്. ഇവിടെ ഇൻഡിവിജ്വൽ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്, വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് ഒരു റിവാർഡോ പേഴ്സണൽ ഗെയിനോ ഇല്ല. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ അല്ലേ, എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് നോക്കാതെ കർമ്മം ചെയ്യുക, പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. അത് തന്നെയാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. സോ ഭഗവത്ഗീതയുടെ ടീച്ചിങ്സ് പ്രകാരം ഒരാൾ അയാളുടെ ആക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ടിലല്ല. അപ്പോൾ കർമ്മയോഗ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈഗോ റിഡ്യൂസ് ചെയ്യുക, ഹ്യൂമിലിറ്റി ഡെവലപ്പ് ചെയ്യുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഇതൊരു പ്രാക്ടിക്കൽ ഫോം ഓഫ് യോഗയാണ്. നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. അടുത്തത് ഭക്തി യോഗ. ഇവിടെ പാത്ത് ഓഫ് ഡിവോഷൻ ആൻഡ് ലവ് ടുവേർഡ്സ് ഗോഡാണ്. ഇവിടെ പ്രേയർ, ചാൻഡിങ് ആൻഡ് വർഷിപ്പ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ ഇമോഷണൽ കണക്ഷൻ ആൻഡ് ഫെയ്ത്ത് ആണ് ഫോക്കസ് ചെയ്യുന്നത്. മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്നർ പീസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭക്തി യോഗ സ്യൂട്ടബിൾ ആയിരിക്കുന്നത് ഫോർ ദ ഇൻഡിവിജ്വൽസ് ഹു ആർ ഇമോഷണലി ഇൻക്ലൈൻഡ് ആണ്. ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ ത്രൂ ഡിവോഷൻ ഒക്കെ നോക്കുന്നവർക്ക് ഭക്തി യോഗ ഫോക്കസ് ചെയ്യാം. ജ്ഞാനയോഗ എന്ന് പറയുന്നത് ജ്ഞാനം, പാത്ത് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം ആണ്. ഇവിടെ ഡീപ്പ് തിങ്കിങ്, സെൽഫ് എൻക്വയറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് യോഗയുടെ എയിം എന്ന് പറയുന്നത് ഇഗ്നോറൻസ് റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുക ടു റിയലൈസ് ദ ട്രൂ നേച്ചർ ഓഫ് റിയാലിറ്റി ആൻഡ് ദ സെൽഫ്. അപ്പം ജ്ഞാനയോഗ ഇൻ്റലക്ച്വൽ എബിലിറ്റി ആവശ്യമാണ്. ജ്ഞാനയോഗയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റഡി, റിഫ്ലക്ഷൻ ആൻഡ് മെഡിറ്റേഷൻ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി അഷ്ടാംഗ യോഗ. അഷ്ടാംഗ യോഗയെ 8-fold പാത്ത് ഓഫ് യോഗ എന്ന് പറയുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദ ഫാദർ ഓഫ് യോഗ എന്നറിയപ്പെടുന്ന പതാഞ്ജലിയാണ്. ഇവിടെ 8 സ്റ്റേജസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടതാണ്. യാമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. സോ ഇത് 2 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് യോഗ ഒരു കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് ഫോർ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് തരുന്നുണ്ട്. മോഡേൺ ഫോംസ് ഓഫ് യോഗ. അപ്പോൾ മോഡേൺ ടൈംസിലും യോഗയ്ക്ക് പല സ്റ്റൈൽസ് ഉണ്ട്. ലൈക്ക് പവ യോഗയുണ്ട്, വിനയാസ യോഗയുണ്ട്, അയ്യങ്കാർ യോഗയുണ്ട്. അത് BKS അയ്യങ്കാരുടെ യോഗയാണ്. അപ്പോൾ ഈ ഫോംസ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഫിറ്റ്നസ്, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ യോഗയെ കൂടുതൽ ആക്സസിബിൾ ആക്കുന്നുണ്ട് ടു ദ പീപ്പിൾ വേൾഡ് വൈഡ്. സ്കൂൾസ് ഓഫ് യോഗ. ഇപ്പോൾ സ്കൂൾസ് ഓഫ് യോഗ റെഫർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫിലോസഫിക്കൽ ആൻഡ് ട്രഡീഷൻസ് ഓർ സിസ്റ്റം ദാറ്റ് എക്സ്പ്ലെയിൻ ദ പ്രാക്ടീസ് ആൻഡ് പർപ്പസ് ഓഫ് യോഗ.
ആദ്യത്തേതാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് യോഗ. ഈ ക്ലാസിക്കൽ സ്കൂള് നേരത്തെ നമ്മൾ കണ്ടു ക്ലാസിക്കൽ പീരീഡിൽ പതാഞ്ജലിയുടെ ടീച്ചിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ യോഗ സൂത്രാസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ മെൻ്റൽ ഡിസിപ്ലിൻ, എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് മെഡിറ്റേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവരുടെ ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷയാണ്. അടുത്തത് വേദാന്ത സ്കൂൾ. വേദാന്ത സ്കൂള് ബേസ് ചെയ്തിട്ടുള്ളത് ടീച്ചിങ്സ് ഓഫ് ദി ഉപനിഷത്സ് ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് സ്പിരിച്വൽ നോളജ് ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ഒരു ബ്രഹ്മൻ. ഇത് ടീച്ച് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ സോളും യൂണിവേഴ്സൽ സോളും ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ആ ഒരു ട്രൂത്ത് റിയലൈസ് ചെയ്യാനാണ് വേദാന്ത യോഗ അല്ലെങ്കിൽ സ്കൂള് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്ന സംഖ്യ സ്കൂൾ. ഇതും ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് യോഗയാണ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പുരുഷ, ദ കോൺഷ്യസ്നെസ് ആൻഡ് പ്രകൃതി, മാറ്റർ. അപ്പോൾ യോഗയെ ഒരു മെത്തേഡായിട്ടാണ് കാണുന്നത്. ഈ രണ്ടിനും സെപ്പറേറ്റ് ചെയ്യുക, ലിബറേഷൻ അച്ചീവ് ചെയ്യുക. ഹതയോഗ സ്കൂൾ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ബോഡി ആൻഡ് ബ്രെത്ത്. ഇത് എംഫസൈസ് ചെയ്യുന്നത് ആസനാസ്, പ്രാണയാമ ആൻഡ് ക്ലെൻസിങ് ടെക്നിക്സിലാണ്. ഇവിടെ എയിം എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദ ബോഡി ഫോർ ഹയർ പ്രാക്ടീസസ് ലൈക്ക് മെഡിറ്റേഷൻ. ഇനി മോഡേൺ യോഗ സ്കൂൾസ് ഉണ്ട്. മോഡേൺ സ്കൂൾസ് ഓഫ് യോഗ ഈ ട്രഡീഷണൽ പ്രാക്ടീസസും സയൻറ്റിഫിക് അപ്രോച്ചസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത്, ഫിറ്റ്നസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഈ സ്കൂൾസൊക്കെ യോഗയെ കൂടുതൽ പ്രാക്ടിക്കൽ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദ മോഡേൺ സൊസൈറ്റിയൊക്കെ മാറ്റുന്നുണ്ട്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ യോഗ എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റമാണ്. ഇതിൽ വേരിയസ് ടൈപ്സ് ആൻഡ് സ്കൂൾസ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ യുണീക്ക് പാത്ത് ഉണ്ട് ടു അച്ചീവ് ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ പീസ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യോഗ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലാണ്. ചിലത് ആക്ഷൻ, ചിലത് ഡിവോഷൻ, നോളജ്, മെഡിറ്റേഷൻ. പക്ഷെ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്താണ്? സെൽഫ് റിയലൈസേഷൻ ആൻഡ് ഹാർമണിയാണ്. സോ സ്കൂൾസ് ഓഫ് യോഗയും ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആൻഡ് സ്ട്രക്ചർഡ് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡ് യോഗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്കൂൾസ് ഓഫ് യോഗയും ടൈപ്സ് ഓഫ് യോഗയും ഇതാണ് ഒരു കംപ്ലീറ്റ് സിസ്റ്റമാക്കി യോഗയെ മാറ്റുന്നത്. അത് ഇൻഡിവിജ്വൽസിന് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബാലൻസ്ഡ്, ഡിസിപ്ലിൻ ആൻഡ് മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ യോഗ പ്രാക്ടീസസ്: സൂര്യ നമസ്കാർ, ആസനാസ്, പ്രാണായാമ, ശീതളീകരണ വ്യായാമാസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ യോഗ ഒരു സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഫുള്ളി അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളത് കറക്റ്റായിട്ടും റെഗുലറായിട്ടും പ്രോപ്പർ അവയർനെസ് കൊണ്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ജനറൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ മാത്രമാണ് യോഗയുടെ പ്രാക്ടീസ് സേഫ് ആവുക, എഫക്റ്റീവ് ആവുക ആൻഡ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് ആവുന്നത്. യോഗ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്തായിരിക്കും? കാം, ഫ്രഷ് ആയിരിക്കും, ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ആ ദിവസത്തിന് കൊടുക്കും. മോർണിംഗ് പ്രാക്ടീസ് പോസിബിൾ അല്ലെങ്കിൽ ഈവനിങ്ങിലും ചെയ്യാം. പക്ഷേ ഒരു സഫിഷ്യൻറ്റ് ഗ്യാപ്പ് വേണം ആഫ്റ്റർ ദ മീൽസ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് 3-4 hours ശേഷം ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് ആ പ്ലേസ് ക്ലീൻ, ക്വയറ്റ് ആൻഡ് വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം. ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ആയിരിക്കണം. ഫോക്കസ് എൻഹാൻസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ആളുടെ ഇന്നർ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. യോഗയെ ഒരു നോയ്സി അല്ലെങ്കിൽ പൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയും. ക്ലോത്തിങ് എന്ന് പറയുന്നത് ലൂസ്, ലൈറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം. ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി അലൗ ചെയ്യണം. ടൈറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ക്ലോത്തിങ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്ക് ആസനാസ് ഒന്നും പ്രോപ്പറായിട്ട് ഈ ഒരു ക്ലോത്തിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ യോഗ എന്ന് പറയുന്നത് മാറ്റിലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സർഫേസിലോ പെർഫോം ചെയ്യാം. ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ അത് പെർഫോം ചെയ്യരുത്. കാരണം നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല, ഇഞ്ചുറീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഒരു പ്രോപ്പർ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാ മൂവ്മെൻറ്റ്സ് ഇൻ യോഗയും സ്ലോ ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, കൺട്രോൾഡ് ആയിരിക്കണം, പ്രോപ്പർലി കോർഡിനേറ്റഡ് വിത്ത് ബ്രീത്തിങ് ആയിരിക്കണം. സഡൻ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചുറീസ് വരാം. ആ പ്രാക്ടീസിൻ്റെ ബെനിഫിറ്റ്സ് കുറയ്ക്കാം. അപ്പോൾ ബ്രീത്തിങ്ങും ഈ യോഗയിലൊരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ബ്രീത്ത് ചെയ്യുന്നത് നാച്ചുറൽ, ഡീപ്പ് ആൻഡ് ത്രൂ ദ നോസ് ആയിരിക്കണം, അൺലെസ് ഇൻസ്ട്രക്റ്റഡ് അതർവൈസ്. സോ പ്രോപ്പർ ബ്രീത്തിങ്ങിലൂടെയാണ് ഓക്സിജൻ സപ്ലൈ ഒക്കെ എൻഹാൻസ് ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് റിതം ആൻഡ് ബാലൻസ്. ബിഗിനേഴ്സ് എപ്പോഴും സിമ്പിൾ പോസ്റ്റേഴ്സ് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഗ്രാജ്വലി പ്രോഗ്രസ് ചെയ്യണം അഡ്വാൻസ്ഡ് പ്രാക്ടീസസിലേക്ക്. അപ്പോൾ ഓവർ എക്സേഷൻ ഒന്നും എടുക്കരുത്. അതൊക്കെ ഓവറായിട്ട് അതിലേക്ക് അവരത് അവോയ്ഡ് ചെയ്യണം. പ്രാക്ടീഷണർ ഷുഡ് ഓൾവേസ് ലിസൺ ടു ദെയർ ബോഡി എന്താ ആവശ്യപ്പെടുന്നതെന്നനുസരിച്ചും കൂടെ നോക്കണം. ഇപ്പോൾ യോഗ ഒരു കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റി അല്ല, ഇതൊരു പേഴ്സണൽ ജേർണി ഓഫ് സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ റെഗുലർ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുക. അപ്പോൾ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്, ഒക്കേഷണലി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ലാസ്റ്റിംഗ് ബെനിഫിറ്റ്സ് കിട്ടില്ല. കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും യോഗയെ പ്രാക്ടീസിൽ സക്സസ്ഫുൾ ആവാൻ
കീ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ വാം അപ്പ്, ലൂസനിങ് എക്സസൈസ് ബിഫോർ പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സും ആഫ്റ്റർ പ്രാക്ടീസ് യൂസ് ചെയ്യണം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസോ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഇൻസ്ട്രക്ടറെ കൺസൾട്ട് ചെയ്യാം ബിഫോർ സ്റ്റാർട്ടിങ് യോഗ. ഇനി അടുത്തതാണ് സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൺ സല്യൂട്ടേഷൻ. ഇപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് സീക്വൻസ് ഓഫ് 12 യോഗ പോസ്റ്റേഴ്സ് ആണ്. പെർഫോം ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്ലോയിലാണ് വിത്ത് എ സിങ്ക്രണൈസ്ഡ് ബ്രീത്തിങ്. വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് പ്രാക്ടീസസ് ഇൻ യോഗയാണ്. കാരണം ഇതൊരു കംപ്ലീറ്റ് വർക്ക്ഔട്ട് ഫോർ ദ എൻ്റയർ ബോഡിയാണ്. ഈ പ്രാക്ടീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ആണ്. സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് ഓഫ് വേരിയസ് മസിൽ ഗ്രൂപ്പ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സൂര്യ നമസ്കാറിലെ ഓരോ പോസ്റ്ററിനും ഒരു സ്പെസിഫിക് ബ്രീത്തിങ് പാറ്റേൺ ഉണ്ട്. അതിലൂടെ ഒരു ഹാർമോണിയസ് ബ്ലെൻഡ് ഓഫ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് ബ്രെത്ത് കൺട്രോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യ നമസ്കാരം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ഡൈജഷൻ ആൻഡ് മെറ്റബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. നമുക്കൊരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. മസിൽ സ്ട്രെങ്തനിങ് നടക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി, പോസ്റ്ററൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ഫിസിക്കൽ ബെനഫിറ്റ്സിന് പുറമെ സൂര്യ നമസ്കാരം കൊണ്ട് നമുക്ക് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനഫിറ്റ്സ് ഉണ്ട്. കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ റെഗുലർ പ്രാക്ടീസിലൂടെ നമുക്ക് ഡിസിപ്ലിൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഒരു സെൻസ് ഓഫ് ബാലൻസ് ആൻഡ് ഹാർമണി ഇൻ ലൈഫ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ആസനാസ്. ആസനാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഓഫ് യോഗയാണ്. സൂര്യ നമസ്കാറിൻ്റെ 12 സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ആസനാസ്. ആസനാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഓഫ് യോഗയാണ്. ദേ ആർ ദ ഫൗണ്ടേഷൻ ഓഫ് യോഗ പ്രാക്ടീസ്. ആസന എന്ന് പറഞ്ഞാൽ തന്നെ കംഫർട്ടബിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ പൊസിഷൻ എന്നുള്ള അർത്ഥം. അപ്പോൾ ആസന ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി പോസ്റ്റർ ആൻഡ് അലൈൻമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം മസ്കുലോ സ്കെൽറ്റൽ പ്രോബ്ലംസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അത് വളരെയധികം ആവശ്യമാണ്. പിന്നെ വൺ ഓഫ് ദ കീ ബെനിഫിറ്റ്സ് ഓഫ് ആസന എന്ന് പറയുന്നത് അവർക്കൊരു എബിലിറ്റി ഉണ്ട് ടു സ്റ്റിമുലേറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഇപ്പോൾ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് മസാജ് ആൻഡ് ആക്ടിവേറ്റ് ഓർഗൻസ് such as stomach, liver, kidneys and intestine അവരുടെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ആസനാസ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് റെസ്പിറേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് എഫിഷ്യൻ്റ്ലി ഡെലിവർ ചെയ്തു എന്ന് ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീടോക്സിഫൈങ് ദ ബോഡി, അതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു മെൻ്റൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആസനാസ് നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാൻ, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സെൻസ് ഓഫ് റിലാക്സേഷനും ആണ്. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ആസനാസ് ഹെൽപ്ഫുൾ ആണ്. സോ ആസനാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, നമുക്കതിലൂടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ സ്റ്റെബിലിറ്റി ആൻഡ് ഇമോഷണൽ ബാലൻസ് കിട്ടും. പ്രാണായാമ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. സോ പ്രാണായാമ എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓഫ് കൺട്രോളിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ബ്രീത്ത് ആണ്. ഇവിടെ ഒരു ലൈഫ് ഫോഴ്സ് ഓഫ് ദ ബോഡിയാണ് ബ്രീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 സാൻസ്ക്രിറ്റ് വേർഡ്സിൽ നിന്നാണ്. പ്രാണ എന്ന് പറഞ്ഞാൽ ലൈഫ് എനർജി ആൻഡ് ആയാമ വിച്ച് മീൻസ് കൺട്രോൾ ഓർ എക്സ്പാൻഷൻ. സോ പ്രാണായാമ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ ആൻഡ് ദ കൺട്രോൾ ഓഫ് ലൈഫ് എനർജി ത്രൂ ബ്രീത്തിങ് ടെക്നിക്സ് എന്നുള്ളതാണ്. പ്രാണായാമം ഒരു വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ കണക്ടിങ് ദ ബോഡി ആൻഡ് മൈൻഡ്. അതുപോലെ തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻ റെഗുലേറ്റിംഗ് ദ നെർവസ് സിസ്റ്റം ആൻഡ് മെയിൻറ്റെയിനിങ് ബാലൻസ് വിത്തിൻ ദ ബോഡി. സോ റെഗുലർ പ്രാക്ടീസ് ഓഫ് പ്രാണായാമയിലൂടെ നമുക്ക് നമ്മുടെ ലങ് കപ്പാസിറ്റി ആൻഡ് റെസ്പിറേറ്ററി എഫിഷ്യൻസി ഒക്കെ കൂട്ടാനായിട്ട് ഒരു ബെറ്റർ സപ്ലൈ ഓഫ് ഓക്സിജൻ ടു ദ ബോഡി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. സോ പ്രാണായാമയ്ക്ക് മെൻ്റൽ ഹെൽത്തിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ കാമിങ് ദ മൈൻഡ് ആൻഡ് പ്രൊമോട്ടിങ് റിലാക്സേഷൻ. കോൺസെൻട്രേഷൻ, മെമ്മറി ആൻഡ് മെൻ്റൽ ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ പ്രാണായാമം നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, സെൽഫ് ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫോർ മെഡിറ്റേഷൻ ആൻഡ് ഹയർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്. ഇനി അടുത്തതാണ് ശിഥിലീകരണ വ്യായാമാസ്. ഇവിടെ ലൂസനിങ് എക്സസൈസസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിമ്പിൾ ലൂസനിങ് ഓർ വാമപ്പ് എക്സസൈസസ് ആണ്. ഇപ്പോൾ യോഗ പ്രാക്ടീസിന് മുമ്പായിട്ട്, മെയിൻ യോഗ പ്രാക്ടീസിന് മുമ്പായി പെർഫോം ചെയ്യുന്നതാണ്. ഈ എക്സസൈസസ് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർ ഇൻറ്റൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ മസിൽസിലുള്ള സ്റ്റിഫ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, മസിൽസിലും ജോയിൻസിലും ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, അതുപോലെ തന്നെ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക ഡ്യൂറിങ് യോഗ പ്രാക്ടീസ്. ഈ എക്സസൈസിൽ പല മൂവ്മെൻറ്റ്സ് ഉണ്ട്, ലൈക്ക് നെക്ക് റൊട്ടേഷൻസ്, ഷോൾഡർ റൊട്ടേഷൻ, ആം സ്വിങ്സ്, റിസ്റ്റ് ആൻഡ് ആംഗിൾ മൂവ്മെൻറ്റ്സ് ആൻഡ് ജെൻറ്റിൽ സ്ട്രെച്ചിങ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ബിഗിനേഴ്സിന് ആൻഡ് ഇൻഡിവിജ്വൽസ് വിത്ത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസിനാണ്. കാരണം അവരുടെ ബോഡി ഡയറക്റ്റ് യോഗ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. അപ്പോൾ ഈ ലൂസനിങ് ദ ബോഡി ആൻഡ് ഇംപ്രൂവിങ് മൊബിലിറ്റി, ഈ എക്സസൈസസ് ആസനാസിനെ കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് ആക്കും. ഇനി യോഗ ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ്.
ഇപ്പോൾ റിലാക്സേഷൻ എന്ന് പറയുന്ന എസെൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് യോഗയാണ്. ഇതിലൂടെ നമുക്ക് എനർജി റീസ്റ്റോർ ചെയ്യാൻ പറ്റും, ഫറ്റീഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, മൈൻഡിനെ കാമാക്കാൻ പറ്റും. സോ പ്രോപ്പർ റിലാക്സേഷൻ ഇല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് യോഗ പ്രാക്ടീസ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ടെൻഷൻ ആൻഡ് മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിലൂടെ ഒരു സെൻസ് ഓഫ് കാംനെസ് ആൻഡ് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺസെൻട്രേഷനും ഓവറോൾ വെൽബീങ്ങും അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി കോമൺ റിലാക്സേഷൻ ടെക്നിക്സിൽ വരുന്നതാണ് ശവാസന, അതായത് കോപ്സ് പോസ്. ശവാസന എന്ന് പറയുന്ന ഒരു ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്കാണ്. ഇവിടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്, കാരണം നമ്മൾ ഇവിടെ ലൈങ് ഫ്ലാറ്റ് ഓൺ ദ ബാക്ക് ആണ്. ഇത് യൂഷ്വലി പെർഫോം ചെയ്യുന്നത് യോഗയുടെ ഏറ്റവും അവസാനമാണ്. ഇതിലൂടെ നമ്മുടെ ക്ഷീണം, ഫറ്റീഗ് കുറയ്ക്കാൻ പറ്റും, സ്ട്രെസ് ലെവൽ ലോവർ ചെയ്യാൻ പറ്റും, റിക്കവറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബോഡിയെയും മൈൻഡിനെയും ആ യോഗ പ്രാക്ടീസിൻ്റെ ബെനിഫിറ്റിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശവാസന ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് മെഡിറ്റേഷൻ, ധ്യാന. മെഡിറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നത് മൈൻഡിലാണ്. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ബാലൻസ്, ഇന്നർ പീസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ റെഗുലർ മെഡിറ്റേഷനിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സെൽഫ് അവയർനെസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ്. ഇപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസിൽ സ്ലോ ആൻഡ് കൺട്രോൾഡ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ആണ്. ഈ ടെക്നിക്സ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓക്സിജൻ സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു എഫക്റ്റീവ് ആണ് ഇൻ റെഡ്യൂസിങ് സ്ട്രെസ്, ഇംപ്രൂവിങ് റിലാക്സേഷൻ ആൻഡ് പ്രൊമോട്ടിങ് ഓവറോൾ വെൽബീങ്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ യോഗ ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റമാണ്. അതിന് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ആൻഡ് ഡിസിപ്ലിൻഡ് പ്രാക്ടീസ് വേണം. അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ സൂര്യ നമസ്കാർ, ആസനാസ്, പ്രാണായാമ, റിലാക്സേഷൻ മെത്തേഡ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണം ടു ഇംപ്രൂവ് ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ക്ലാരിറ്റി ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ശിഥിലീകരണ വ്യായാമാസും നമുക്ക് യൂസ് ചെയ്യാം ടു പ്രിപ്പയർ ദ ബോഡി ഫോർ പ്രാക്ടീസ്. റിലാക്സേഷൻ ടെക്നിക്സിലൂടെ പ്രോപ്പർ റിക്കവറി ആൻഡ് സ്ട്രെസ് റിലീഫ് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രാക്ടീസസ് ആണ് ഒരു ബാലൻസ്ഡ് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ഓവറോൾ വെൽബീങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫാസ്റ്റ് പേസ്ഡ് ആൻഡ് സ്ട്രെസ്ഫുൾ വേൾഡിൽ യോഗ എന്ന് പറയുന്നൊരു പവർഫുൾ ടൂളാണ്. ഇതിലൂടെ നമുക്ക് ബോഡി ആൻഡ് മൈൻഡ് അതിനിടയിലുള്ള ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ ഒരു ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടാക്കി മാറ്റാൻ പറ്റും. ഇനി അടുത്തതാണ് ബോഡി ടൈപ്സ്, പോസ്ചർ ആൻഡ് പോസ്ചറൽ ഡിഫോമിറ്റീസ്. സോ ബോഡി ടൈപ്സിനെ തന്നെ സൊമാറ്റോ ടൈപ്സ് എന്നും പറയുന്നുണ്ട്. സോ ബോഡി ടൈപ്സ് ഓൾസോ നോൺ ആസ് സൊമാറ്റോ ടൈപ്പ്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രക്ചർ, ഷേപ്പ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബോഡിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് എക്സസൈസ്, ഡയറ്റ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രെയിനേഴ്സിനും ഇൻഡിവിജ്വൽസിനും ഒരു വ്യക്തിയുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബോഡിയെ പ്രധാനപ്പെട്ട 3 കാറ്റഗറീസിലേക്ക് ക്ലാസിഫൈ ചെയ്യാം: എക്ടോമോർഫ്, മെസോമോർഫ്, എൻഡോമോർഫ്. സോ മോസ്റ്റ് പീപ്പിളിന് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ഉണ്ടാവുക, പക്ഷേ ഏതെങ്കിലും ഒരു ടൈപ്പ് ഡോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് എക്ടോമോർഫ് എന്നാണ് നോക്കാം. അപ്പോൾ എക്ടോമോർഫ് എന്ന് പറയുന്നത് സ്ലെൻഡർ ആയിട്ടുള്ള, ലീൻ ആയിട്ടുള്ള, ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറാണ്. ഈ ബോഡി ടൈപ്പുള്ള ആളുകൾ നാച്ചുറലി തിന്നായിരിക്കും, മെലിഞ്ഞ ആളുകളായിരിക്കും, ലൈറ്റ് ഫ്രെയിം ആയിരിക്കും, നാരോ ഷോൾഡേഴ്സ് ആൻഡ് ഹിപ്സ് ആൻഡ് ലോങ് ലിംസ് ആയിരിക്കും. ഇവർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് മെറ്റാബോളിസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് വെയിറ്റ് അല്ലെങ്കിൽ മസിൽ മാസ് ഒന്നും ഗെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്ലെൻഡർ ആൻഡ് ലൈറ്റ് ബോഡി സ്ട്രക്ചറാണ്. ഷോൾഡേഴ്സ് നാരോ ആയിരിക്കും, ഹിപ്പ് നാരോ ആണ്, ഫാസ്റ്റ് മെറ്റാബോളിസം ആണ്, ഡിഫിക്കൽറ്റി ഇൻ ഗെയിനിങ് വെയിറ്റ് ഓർ മസിൽ മാസ്. അതുപോലെ തന്നെ ബോഡിയിലെ ഫാറ്റ് ലെവൽസ് ലോ ആയിരിക്കും. ഇവരുടെ കോമൺ സ്ട്രെങ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഗുഡ് എൻഡ്രൻസ്, എജിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, നാച്ചുറലി ലീൻ ഫിസിക്. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും അതുപോലെ തന്നെ കലോറി റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റിലുമാണ്. ടു ബിൽഡ് മസിൽ ആൻഡ് മെയിൻറ്റെയിൻ എനർജി ലെവൽസ്. സോ ഇത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് മെസോമോർഫ്. മെസോമോർഫിൻ്റെ ബോഡി ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ മെസോമോർഫ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആൻഡ് മോസ്റ്റ് ബാലൻസ്ഡ് ബോഡി ടൈപ്പാണ്. ഈ ബോഡി ടൈപ്പുള്ള ആളുകൾക്ക് നാച്ചുറലി കുറച്ച് മസ്കുലർ ആൻഡ് അത്ലറ്റിക് ഫിസിക് ആയിരിക്കും, കുറച്ച് ബ്രോഡ് ഷോൾഡേഴ്സ് ആയിരിക്കും, നാരോ വേസ്റ്റ് ആൻഡ് വെൽ ഡെവലപ്ഡ് മസിൽസ് ആയിരിക്കും. സോ മെസോമോർഫ്സിന് മോഡറേറ്റ് മെറ്റാബോളിസം ആയിരിക്കും. മോഡറേറ്റ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ മസിൽ ഗെയിനിങ് ഒക്കെ ഈസി ആയിട്ട് നടക്കും, ഫാറ്റ് കുറയ്ക്കുന്നതും റിലേറ്റീവ്ലി ക്വിക്കായിട്ട് നടക്കും. അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് എൻഡ്യൂറൻസ് എക്സസൈസിനോടൊക്കെ നന്നായി തന്നെ റെസ്പോണ്ട് ചെയ്യും. ഈ ബോഡി ടൈപ്പ് അത്ലറ്റ്സിൻ്റെ ഇടയിലും സ്പോർട്സ് പേഴ്സൻ്റെ ഇടയിലാണ് കൂടുതൽ കാണുന്നത്. കാരണം ഹൈ ലെവൽസ് ഓഫ് ഫിസിക്കൽ പെർഫോമൻസ്, സ്ട്രെങ്ത് ആൻഡ് എജിലിറ്റി ഒക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റുക.
അടുത്താണ് എൻഡോമോർഫ്. സോ എൻഡോമോർഫ് ബോഡി ടൈപ്പ് കുറച്ച് സോഫ്റ്റ്, റൗണ്ട് ആൻഡ് ഹെവിയർ ബോഡി സ്ട്രക്ചർ ആയിരിക്കും. ഈ ബോഡി ടൈപ്പ് ഉള്ള ആളുകൾക്ക് ഒരു ഹയർ പെർസെൻറ്റേജ് ഓഫ് ബോഡി ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്ലോവർ മെറ്റാബോളിസം ആയിരിക്കും. പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും, എസ്പെഷ്യലി ഫാറ്റ്. പക്ഷേ മസിൽ ബിൽഡിങ്ങും റിലേറ്റീവ്ലി നന്നായിട്ട് തന്നെ നടക്കും. ഇനി വെയിറ്റ് ലൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ എൻഡോമോർഫ്സിന് ഒരു കോമ്പിനേഷൻ ഓഫ് കാർഡിയോവസ്കുലർ എക്സസൈസ്, സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് കൺട്രോൾഡ് ഡയറ്റ് വേണം അവരുടെ ബോഡി കോമ്പോസിഷൻ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇനി എന്താണ് കോൺസെപ്റ്റ് ഓഫ് പോസ്ചർ? പോസ്ചർ എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് ദ ബോഡിയാണ് വൈൽ സ്റ്റാൻഡിങ്. നമ്മളുടെ നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ ഒക്കെ നമ്മുടെ ബോഡിയുടെ പൊസിഷനെയും അതിൻ്റെ ഒരു അലൈൻമെൻറ്റിനെയാണ് പോസ്ചർ എന്ന് പറയുന്നത്. ഇതും ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. കാരണം നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നതിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു കറക്റ്റ് പോസ്ചർ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ബോൺസ്, ജോയിൻസ് ഒക്കെ പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കും. മസിൽസിനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് മിനിമൽ സ്ട്രെയിനേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ബാലൻസും സ്റ്റെബിലിറ്റിയും ഏതൊരു മൂവ്മെൻറ്റിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗുഡ് പോസ്ചറിൽ എന്തൊക്കെയുണ്ട്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നടു നിവർന്നിരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ റിലാക്സ്ഡ് ഷോൾഡേഴ്സ് ആയിരിക്കും, ബാലൻസ്ഡ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, പ്രോപ്പർ അലൈൻമെൻറ്റ് ഓഫ് ഹെഡ്, നെക്ക് ആൻഡ് ലിംസ് ആയിരിക്കും. സോ ബാഡ് പോസ്ചർ എന്ന് പറയുന്നതിൽ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻകറക്റ്റ് അലൈൻമെൻറ്റ് ഓഫ് ദ ബോഡി, അത് നമ്മുടെ മസിൽസിലും ജോയിൻസിലൊക്കെ സ്ട്രെയിൻ കൊണ്ടുവരും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് പോസ്ചറാണ്. ഒരു ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനും വെൽബീങ്ങിനും എസെൻഷ്യലാണ്. കാരണം നമ്മുടെ ബാക്ക്, നെക്ക് പെയിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും, നമ്മുടെ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ഏതെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, മസിൽ സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെയും കോൺഫിഡൻസിനെയും എൻഹാൻസ് ചെയ്യും, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യും. സോ ഒരു ഗുഡ് പോസ്ചറാണ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഡെയിലി ടാസ്കുകളിലും ബെറ്റർ പെർഫോമൻസ് തരുന്നത്. ഇനി എന്തൊക്കെയാണ് കോസസ് ഓഫ് ബാഡ് പോസ്ചർ? സോ ബാഡ് പോസ്ചർ ഒരു കോമ്പിനേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഉണ്ട്, ഫിസിക്കൽ വീക്ക്നെസ്സസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ കോസസ് ഒക്കെ ഒരുപാട് കാലം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഗ്രാജുവലി പോസ്ചറൽ പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യാണ്. ഒന്നാമത്തെ കോസ് എന്ന് പറയുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കുക, പ്രൊലോങ്ഡ് സിറ്റിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈൽ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അത് മസിൽസിനെ വീക്കൺ ചെയ്യും, ഫ്ലെക്സിബിലിറ്റി റെഡ്യൂസ് ചെയ്യും, നമുക്കൊരു പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്തതാണ് ഇംപ്രോപ്പർ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഹാബിറ്റ്സ്. സ്ലൗച്ചിങ്, ബെൻഡിങ് ഫോർവേഡ്, എവിടെയെങ്കിലും ഇങ്ങനെ കുറേ നേരം ചാരി നിൽക്കുക, ലീനിങ് ടു വൺ സൈഡ്, ഒരു കാലിന് മാത്രം കൂടുതൽ വെയിറ്റ് കൊടുത്ത് നിൽക്കുക, ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോസ്ചറിലേക്ക് പോകും. ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഒരു ബെൻ നെക്കൊക്കെ വരുന്നുണ്ട്, അതും ഒരു പോസ്ചറൽ ഇഷ്യൂസിലേക്ക് പോകുന്നുണ്ട്. മസിൽ വീക്ക്നെസ് ആൻഡ് ഇംബാലൻസ്. വീക്ക് കോർ മസിൽസ്, ടൈറ്റ് മസിൽസ്, ഇംബാലൻസ്ഡ് മസിൽ ഡെവലപ്മെൻറ്റും ബോഡി അലൈൻമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ വീക്ക് ആയിട്ടുള്ള അബ്ഡോമിനൽ മസിൽസും ടൈറ്റ് ലോവർ ബാക്ക് മസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പൈനൽ പ്രോബ്ലംസ് വരാം. ഇനി ഇംപ്രോപ്പർ ഫർണിച്ചർ ആൻഡ് എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയർ, ഡെസ്ക്, ബെഡ്സ് ഇതൊക്കെ നമ്മുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടല്ല ഡിസൈൻ ചെയ്തെങ്കിൽ നമ്മുടെ ഇൻകറക്റ്റ് പോസ്ചറിലേക്ക് വരാം. അതുപോലെ തന്നെ പുവർ എർഗണോമിക്സ് ഇൻ വർക്ക് പ്ലേസസ് ആൻഡ് സ്കൂൾസും മേജർ കോസ് ഫോർ പോസ്ചറൽ പ്രോബ്ലംസ് ആണ്. ക്യാരിങ് ഹെവി ലോഡ്സ്, ഇപ്പോൾ ഹെവി ബാഗ്സോ മറ്റെടുക്കുമ്പോൾ, എസ്പെഷ്യലി ഷോൾഡറിലൊക്കെ എടുക്കുമ്പോൾ ബോഡിയിലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാം, ഏതെങ്കിലും തരത്തിലുള്ള ഡിഫോമിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്യാം. ഇഞ്ചുറി, ഇൽനസ് ഓർ ജനറ്റിക് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഇഞ്ചുറീസ്, ഡിസീസസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് കണ്ടീഷൻസും പോസ്ചറിനെ അഫക്റ്റ് ചെയ്യാം, അതും ഡിഫോമിറ്റിയിലേക്ക് ലീഡ് ചെയ്യാം. ലാക്ക് ഓഫ് അവയർനെസ്, പല ഇൻഡിവിജ്വൽസിനും പ്രോപ്പർ പോസ്ചർ ടെക്നിക്സ് അറിയില്ല, അതും പല പുവർ ഹാബിറ്റ്സും വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, അതും പോസ്ചറൽ ഡിഫോമിറ്റീസിലേക്ക് നയിക്കാം. ഇനി പോസ്ചറൽ ഡിഫോമിറ്റീസ് എന്താണെന്ന് നോക്കാം. പോസ്ചറൽ ഡിഫോമിറ്റീസ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ചേഞ്ചസ് ഇൻ ദ അലൈൻമെൻറ്റ് ഓഫ് ദ ബോഡിയാണ്. നമ്മുടെ സ്പൈനിയോ ലിംസിനെയൊക്കെയാണ് അത് ബാധിക്കുക. ഡിഫോമിറ്റീസ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം പുവർ പോസ്ചർ, മസിൽ ഇംബാലൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, കൈഫോസിസ് കണ്ടിരുന്നു. ഒരാളുടെ നോർമൽ സ്പൈൻ ഇങ്ങനെയാണെങ്കിൽ കൈഫോട്ടിക് ആയിട്ടുള്ള ഒരാളുടെ സ്പൈന് ഇങ്ങനെയായിരിക്കും. അപ്പോൾ കൈഫോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ അപ്പർ ബാക്ക് എക്സസീവ്ലി കർവ്ഡ് ആയിരിക്കും, ഗിവിങ് ഒരു ഹഞ്ച്ഡ് അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് അപ്പിയറൻസ്, മുമ്പിലേക്ക് ഇങ്ങനെ കൂന് വരുന്ന പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ പുവർ പോസ്ചർ, വീക്ക് ബാക്ക് മസിൽസ്, പ്രൊലോങ്ഡ് സിറ്റിംഗ് ഇൻ എ ബെൻ പൊസിഷൻ, ഒരുപാട് നേരം ഇങ്ങനെ ബെൻ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കൈഫോസിസ് ഉള്ളവർക്ക് ബാക്ക് പെയിൻ, സ്റ്റിഫ്നെസ്, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഒക്കെ വരാം. അടുത്താണ് ലോർഡോസിസ്. ലോർഡോസിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പിക്ചറിൽ കൊടുത്തത്, നോർമൽ സ്പൈൻ ആണ്. ഇപ്പോൾ ലോർഡോട്ടിക് കർവ് ഉള്ള ഒരാളുടെ ബോഡി ഇങ്ങനെയായിരിക്കും. ഇത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇൻവേർഡ് കർവ് ഓഫ് ദ ലോവർ സ്പൈൻ ആണ്. ഇതിനെ സ്വേ ബാക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് വീക്ക് അബ്ഡോമിനൽ മസിൽസ്, ഒബീസിറ്റി, ഇംപ്രോപ്പർ പോസ്ചറാണ്. ഈ കണ്ടീഷനുള്ളവർക്ക് ലോവർ ബാക്ക് പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് വരാം. അടുത്ത സ്കോളിയോസിസ്. സ്കോളിയോസിസ് ഉള്ള ഒരാളുടെ ബോഡി ഒരു എസ്
ഷേപ്പ്ഡ് ആണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ സ്പൈൻ എങ്ങനെയാണെങ്കിൽ സ്കോളിയോസിസ് ഉള്ള ഒരാളുടെ സ്പൈനിൻ്റെ ഒരു എസ് ഷേപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഇവിടെ സ്പൈനിൻ്റെ കർവ് സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു എസ് അല്ലെങ്കിൽ ഒരു സി ഷേപ്പായിരിക്കാം. ഇതിന് കൂടുതലും ജനറ്റിക് ഫാക്ടേഴ്സ്, പോസ്ചർ, മസിൽ ഇംബാലൻസ് കൊണ്ടൊക്കെയാണ്. അൺഈവൺ ആയിട്ടുള്ള ഷോൾഡേഴ്സ്, അൺഈവൺ ഹിപ്സ് ഒക്കെ വരാം, മൊബിലിറ്റി റെഡ്യൂസ് ചെയ്യാം. അടുത്തതാണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമൽ ഫുട്ടിൽ കാണുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഫ്ലാറ്റ് ഫുട്ടിൽ ഈ ഒരു ഗ്യാപ്പ് മിസ്സിങ് ആണ്. അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ നമ്മുടെ ഫുഡിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും, കോസിങ് ദ എൻറ്റയർ ഫുട്ടും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യും. ഇതിന് കാരണം വീക്ക് ഫുഡ് മസിൽസ് ആയിരിക്കാം, ഇംപ്രോപ്പർ ഫുഡ് വെയർ, ജനറ്റിക് ഫാക്ടേഴ്സ്. ഈ കണ്ടീഷൻ പെയിൻ, ഫെറ്റിക് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ വാക്കിംഗ് ആൻഡ് റണ്ണിങ് ഒക്കെ കോസ് ചെയ്യും. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ബോഡി ടൈപ്സ്, പോസ്ചർ ഡിഫോമിറ്റീസ് ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ്. സോ ബോഡി ടൈപ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്രോപ്രിയേറ്റ് എക്സസൈസ് ആൻഡ് ഡയറ്റ് പ്രോഗ്രാംസ്, കറക്റ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ അലൈൻമെൻറ്റ് ഉറപ്പാക്കുക, എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദ ബോഡിയൊക്കെ ഉറപ്പാക്കുക. അപ്പോൾ ബാഡ് പോസ്റ്ററെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ സീരിയസ് ഡെഫോമിറ്റീസിലേക്കൊക്കെ നയിക്കാം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഡെയിലി ലൈഫിനെ അത് ബാധിക്കാം. അപ്പോൾ എസെൻഷ്യൽ ആണ് ടു ഡെവലപ്പ് അവയർനെസ് അബൌട്ട് പോസ്ചർ ആൻഡ് എൻഗേജ് ഇൻ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് സ്ട്രെങ്തൻ മസിൽസ് ടു പ്രിവെൻറ്റ് സച്ച് കണ്ടീഷൻ. അപ്പോൾ മെയിൻറ്റെയിനിങ് ഗുഡ് പോസ്ചർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല ഇംപ്രൂവ് ചെയ്യുന്നത്, നമ്മുടെ കോൺഫിഡൻസ്, അപ്പിയറൻസ് ആൻഡ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെയൊക്കെ അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. സോ യൂണിറ്റ് 3 എൻഡ്സ് ഹിയർ.